ഇനി വെറും 8 ദിവസങ്ങൾ മാത്രം തിയേറ്റർ ഇളക്കി മറിക്കാനായിട്ട് അവൻ വരികയാണ്. ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലും ഒരു കാര്യം ഉറപ്പാണ്, തിയേറ്റർ കുലുങ്ങും, ബുക്ക് മൈ ഷോ കത്തും, മിനിമം കളക്ഷൻ എന്തായാലും കിട്ടും. വിജയ് സിനിമയാണല്ലോ, ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് തൂക്കും എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയമില്ല. കുറെ കാലം ആയല്ലേ നമ്മളിങ്ങനെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമയം വന്നിരിക്കുകയാണ്. റെക്കോർഡ് സ്ക്രീനിങ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് കേരളത്തിലെ 702 സ്ക്രീനുകളിലേക്കാണ് ഗോട്ട് സെപ്റ്റംബർ 5-ാം തീയതി എത്താനായിട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മലയാള സിനിമയ്ക്ക് പോലും ഈ അടുത്തൊന്നും ഇത്രയും സ്ക്രീനിങ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ആ സമയത്താണ് വീണ്ടും കേരളത്തിന്റെ ദത്തുപുത്രൻ എന്നാണല്ലോ വിജയ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും തിയേറ്റർ കുലുങ്ങാനായിട്ട് പോവുകയാണ്. സെപ്റ്റംബർ 5-ാം തീയതി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി ബുക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല സെർവറുള്ള പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ബുക്ക് മൈ ഷോ തന്നെയാണ്. അപ്പോൾ ആ സെർവറിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി കിട്ടും. പിന്നെ ഏറ്റവും വലിയ ഒരു ഡൗട്ട് ഇത്രയും കാലമായിട്ട് ഉണ്ടായിരുന്നത് ഇയർലി മോർണിംഗ് ഷോ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. തമിഴ്നാട്ടിൽ എന്തായാലും ഉണ്ടാകത്തില്ല. പിന്നെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ്. തമിഴ്നാട്ടിലുള്ള മിക്ക ആൾക്കാരും ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാണ് കണ്ടത്, ഏർലി മോർണിംഗ് ഷോ കണ്ടത്. അപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും 7 മണിക്കായിരിക്കും ഫസ്റ്റ് ഷോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായാലും ഏറ്റവും അവസാനം 4 മണിക്കത്തുള്ള ഷോ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഗോട്ട് സിനിമ സെപ്റ്റംബർ 5-ാം തീയതി വെളുപ്പിനെ 4 മണിക്കായിരിക്കും ഫസ്റ്റ് സ്ക്രീനിങ് വരുന്നത്. കേരളം മാത്രമല്ല, കർണാടകയുണ്ട്, അതുപോലെ തന്നെ US-ലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 4 മണിക്കായിരിക്കും നമ്മുടെ ഗോട്ടിന്റെ റിലീസ് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വിജയെ കുറെ നേരത്തേക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് എന്നാണ് ഉത്തരം. കാര്യം മുൻപത്തെ ഇതിന്റെ ഡ്യൂറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 59 മിനിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു 3 മിനിറ്റ് എക്സ്ട്രാ ബ്ലൂപ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ സിനിമയുടെ മൊത്തം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ 3 മിനിറ്റ് ആണ്. അപ്പോൾ എന്തായാലും കയറിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരത്തില്ല. നല്ല ഡ്യൂറേഷൻ ഉണ്ട്, പക്ഷെ അതിന് വേറൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. സിനിമയുടെ ഡ്യൂറേഷൻ കൂടുമ്പോൾ നമ്മുടെ എൻഗേജ്മെന്റ് കുറയും. അപ്പോൾ സിനിമ എത്രത്തോളം എൻഗേജിങ് ആയിരിക്കുമോ അത്രത്തോളം സിനിമയ്ക്ക് അഡ്വാൻറ്റേജ് കൂടും. നേരെ തിരിച്ചും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി എന്നാണ് ഗോട്ടിന്റെ ബുക്കിംഗ്? ഇപ്പോൾ സെപ്റ്റംബർ 5 ആകാനായിട്ട് ഇനി വെറും 8 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്നാണ് ബുക്കിംഗ് എന്ന് ചോദിക്കുവാണെങ്കിലേ സെപ്റ്റംബർ 1-ാം തീയതി ഞായറാഴ്ച ആകാനാണ് സാധ്യത വളരെയധികം കൂടുതലുള്ളത്. അന്ന് എന്തായാലും കണ്ടു തന്നെ അറിയണം ബുക്ക് മൈ ഷോയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും എന്താ പറയുക, ഒറ്റ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് ഫില്ലിംഗ് ഫാസ്റ്റ് അല്ലെങ്കിൽ ഹൗസ്ഫുൾ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ബുക്കിംഗ് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിന് പുറകെ അറിയിക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് വരുന്നത് UA സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വയലൻസ് അങ്ങോട്ട് നമുക്ക് സിനിമയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ല. പിന്നെ സ്പെഷ്യൽ സ്ക്രീൻസ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഐമാക്സ്, എപ്പിക്, PXL-ലൊക്കെ നമുക്ക് ഗോട്ട് സിനിമ കാണാൻ പറ്റും. അപ്പോൾ വലിയ സ്ക്രീനിൽ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ സ്ക്രീനുകൾ സെലക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇതിന്റെ കൂടെ തന്നെ വിജയുടെ ഒരു സിനിമ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ 2002 ഇറങ്ങിയ ഭഗവതി എന്ന് പറഞ്ഞ ആ ഒരു ഗാങ്സ്റ്റർ മൂവി ഇപ്പോൾ ഓഗസ്റ്റ് 30-ാം തീയതി തൊട്ട് 2K ഡോൾബി അറ്റ്മോസിലേക്ക് ഒരു റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 30 മുതൽ നിങ്ങൾക്ക് ഭഗവതിയും നമ്മുടെ തിയേറ്ററുകളിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കണ്ടു തന്നെ അറിയണം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലും ഒന്നും പറയാനില്ല, കളക്ഷൻ വരാനുള്ളത് വരിക തന്നെയും. കാര്യം പേര് വിജയ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കളക്ഷൻ പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഒരു എബോ ആവറേജ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല, കൊല തൂക്കായിരിക്കും. ഒരു വലിയൊരു കളക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഉറങ്ങി കിടന്ന് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളൊക്കെ ഇനി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഉണരാനായിട്ട് പോവുകയാണ്. അപ്പോൾ വെയിറ്റ് ഫോർ സെപ്റ്റംബർ 5th.